ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന 116-ാമത്തെ സങ്കീർത്തനമാണ്. 19 വചനങ്ങളുള്ള ഈ സങ്കീർത്തന ഭാഗം മരണത്തിൽ നിന്നുള്ള വിടുതലിനു നന്ദി പറയുകയാണ്. ഒരു കൃതജ്ഞതാ സങ്കീർത്തനമാണ്. സങ്കീർത്തകൻ പറയുകയാണ്, എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടതിനാൽ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. മരണത്തിന്റെ ബന്ധനങ്ങൾ എന്നെ ചുറ്റിയപ്പോഴും ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. കർത്താവ് കൃപയുള്ളവനും നീതിമാനും കരുണാമയനുമാണെന്ന് സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവിടുന്ന് എളിയവരെ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവ് തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും ജീവിതത്തിന്റെ എല്ലാ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചു എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. തന്റെ കാലുകളെ ഇടറി വീഴുന്നതിൽ നിന്നും വിടുവിച്ചതിനാൽ സങ്കീർത്തകൻ പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്റെ മുൻപിൽ നേർച്ചയർപ്പിക്കാൻ, രക്ഷയുടെ പാനപാത്രം എടുക്കാനും ഞാൻ തയ്യാറാണ്. കർത്താവിന് ഞാൻ എന്ത് തിരികെ കൊടുക്കുമെന്ന ചോദ്യം സങ്കീർത്തകൻ ചോദിക്കുന്നു. മറുപടിയായിട്ട് കർത്താവിന് പ്രതിഫലം നൽകുവാൻ ആർക്കും സാധ്യമല്ല. ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: രക്ഷ പ്രഘോഷിക്കുക, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ദിവസം കർത്താവിന്റെ രക്ഷ പ്രഘോഷിക്കാം, നാമം വിളിച്ചപേക്ഷിക്കാം. എന്തുമാത്രം മരണത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നാണ് അവിടുന്ന് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. ദൈവം നമ്മളെ രക്ഷകനാണ് എന്നേറ്റു പറയാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ മരണ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചതിനും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നന്ദി പറയാം. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.